എല്ലാവർക്കും റൂട്ട്നെസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ മാർച്ച് മാസത്തിൽ നമുക്കറിയാം നല്ലപോലെ തന്നെ ചൂട് കൂടിയൊരു മാസമാണ്. അതുപോലെ തന്നെ വേരുകൾക്ക് നല്ല രീതിയിൽ തളർച്ച അനുഭവപ്പെടുന്നൊരു മാസം കൂടിയാണ്. നമ്മൾ എത്രത്തോളം നനച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ വേരുകൾക്ക് അധികം സജീവമാകാനുള്ളൊരു സാധ്യത ഒത്തുവരണമെന്നില്ല. വേരുകൾ സജീവമായെങ്കിൽ മാത്രമേ ഉള്ളൂ മണ്ണിൽ നിന്നും പ്രോപ്പറായിട്ട് പോഷകങ്ങൾ നമ്മുടെ ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി അതുവഴി പുതിയ ചിമ്പുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ നല്ലപോലെ തന്നെ സെറ്റിങ്സ് പ്രോപ്പറാക്കാൻ പറ്റുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചൂട് സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ല 1-2 വേനൽ മഴ റീസെൻ്റായിട്ട് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വേരുകൾ നല്ലപോലെ ഒന്ന് സജീവമാകുകയും അതുവഴി നമ്മുടെ മണ്ണിലെ പോഷകങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. നല്ലൊരു മഴ ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വേരുകൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായി അതുവഴി മണ്ണിലെ ന്യൂട്രിയൻസ് കുറച്ചും കൂടെ നല്ലപോലെ നമ്മുടെ ചെടികൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം റീസെൻ്റായിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ സീസണിൽ നമുക്ക് ചിമ്പുകൾ തീരെ കുറവുള്ളൊരു മാസമാണ്. അപ്പം ചിമ്പുകൾ കുറച്ചും കൂടെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിമ്പുകളുടെ വളർച്ച ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് പോഷകങ്ങൾ അതായത് നമ്മുടെ NPK വളങ്ങളൊക്കെ ഒന്ന് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. മണ്ണിൽ അത്യാവശ്യം ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമുക്കത് ചെടികളിൽ അതിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട്, എന്നാൽ അധികമൊന്നും ഞാൻ വളങ്ങളൊന്നും പറയുന്നില്ല, 2-3 വളങ്ങൾ ചുരുക്കി പറയുകയാണ്. ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും ആദ്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമെന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു 61% ഫോസ്ഫറസ് ഉള്ള മോണോ അമോണിയം ഫോസ്ഫേറ്റ് MAP, 12% നൈട്രജൻ ഉണ്ട്. MAP ഒരു 1 കിലോ, അതിൻ്റെ കൂടെ പൊട്ടാഷ്യം ഷോണേറ്റ് ഒരു 1/2 കിലോ, അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കൺസേർട്ട് എന്ന് പറയുന്നത്. NPK ബാക്ടീരിയ കൺസോർഷ്യം നൈട്രജനെ ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ MAP ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള ഫോസ്ഫറസ് ആണ് മണ്ണിലേക്ക് ചെല്ലുന്നത്. അപ്പം ഫോസ്ഫറസ് അധികമായിട്ട് മണ്ണിലുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അതിനെ വേണ്ട രീതിയിൽ എടുക്കാൻ പറ്റാതെ ആവും. അപ്പം ഈ നൈട്രജനെയും അതുപോലെ തന്നെ ഫോസ്ഫറസിനെയും പിന്നെ നമ്മുടെ മണ്ണിലുള്ള പൊട്ടാഷ്യനെയും എടുത്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന NPK ബാക്ടീരിയ കൺസോർട്ട് അതൊരു 100 മില്ലിയും കൂടെ 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു 10 ലിറ്റർ എന്നുള്ള കണക്കിൽ നല്ലപോലെ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഫീൽഡുകളിൽ കൊടുത്തിട്ട് നല്ല പോലെ തന്നെ റിസൾട്ട് കാണിച്ച നമ്മുടെ വേരുകൾക്കൊക്കെ നല്ലൊരു ഉണർവും അതുപോലെ തന്നെ കാസറ്റിങ്സ് വളരെയധികം നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള കാസറ്റിങ്സും കാണിച്ച നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഓൾ 19 19 അതൊരു 1 കിലോ, അതിൻ്റെ കൂടെ MKP മോണോ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ 05234 അതൊരു 1/2 കിലോ, അതിൻ്റെ കൂടെ മഗ്നീഷ്യം സൾഫേറ്റ് അതൊരു 1/2 കിലോ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസേർട്ട് നൈട്രജൻ ഫിക്സിംഗ് ഫോസ്ഫറസ് സൊലുബിലൈസിങ് അതുപോലെ തന്നെ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്ന കൺസേർട്ട് അതൊരു 100 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഒരു 10 ലിറ്റർ വീതം 8 മുതൽ 10 ലിറ്റർ വരെ നമ്മുടെ ചെടികൾക്കൊന്ന് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലപോലെ തന്നെ ചിമ്പുകളൊക്കെ ഇനിഷ്യേറ്റ് ആകാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഫീൽഡുകളിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ 12 11 18 എന്ന് പറയുന്ന കോമ്പിനേഷൻ. ഈ ആരാമില എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ 12 11 18 അതൊരു 1.5 കിലോ, അതിൻ്റെ കൂടെ നമ്മുടെ പൊട്ടാഷ്യം ഷോണേറ്റ് അതൊരു 1/2 കിലോ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൈക്രോഫുഡ് മോളാർ അതൊരു 1/2 കിലോയും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നവംബർ ഡിസംബർ കാലയളവിലൊക്കെ കാൽഷ്യം നൈട്രേറ്റ് ഡ്രെഞ്ച് ചെയ്ത കുറേ തോട്ടങ്ങളുണ്ട്. ചില തോട്ടങ്ങളിലൊക്കെ അധികം നമുക്ക് ചിമ്പുകളൊന്നുമില്ല, അതുപോലെ തന്നെ കാൽഷ്യം നൈട്രേറ്റ് ഡ്രെഞ്ച് ചെയ്യാൻ പറ്റാത്ത തോട്ടങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടങ്ങളിലൊക്കെ കാൽഷ്യം നൈട്രേറ്റ് നമ്മളിന്ന് ഡ്രെഞ്ചിങ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല തോട്ടങ്ങളിലും നല്ലപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് നല്ല രീതിക്ക് കുറവായിട്ട് കാണുന്നുണ്ട്, കാൽഷ്യം ഡെഫിഷ്യൻസി അധികമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ തട്ടകൾക്കുള്ള ആ നാരുകെട്ടി വളരെ കുറയുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ തണ്ടുതെറുപ്പൻ പോലുള്ള പ്രശ്നങ്ങൾ ചെടികളെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ചിമ്പുകളൊക്കെ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോമ്പിനേഷനായിട്ട് CN അതൊരു 1.5 കിലോ, അതിൻ്റെ കൂടെ ബോറോൺ 20% അതൊരു 50 ഗ്രാം,
പിന്നെ നമ്മുടെ പൊട്ടാഷ്യം ഷോണേറ്റ്, മിക്കവാറും തോട്ടങ്ങളിൽ അധികമായിട്ട് തന്നെ നൈട്രജനൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന മാസങ്ങളിൽ നൈട്രജൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കൂടെ നമ്മൾ പൊട്ടാഷ്യം ഷോണേറ്റ് കൊടുക്കുക. പൊട്ടാഷ്യം ഷോണേറ്റ് അതൊരു 1/2 കിലോ, അതിൻ്റെ കൂടെ നമ്മുടെ ഹ്യൂമിക് ഫൾവിക്കൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷൻ അതൊരു 200 ഗ്രാമും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും ചിമ്പുകളൊക്കെ നല്ലപോലെ ഒന്ന് ഇനിഷ്യേറ്റ് ആകാൻ വേണ്ടി കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തത് കൊണ്ട് നമ്മുടെ വേര് പടലങ്ങൾ നല്ലപോലെ വ്യാപിക്കും. നമ്മുടെ മണ്ണിൽ നല്ല വേരുകൾ നമ്മുടെ മണ്ണിൽ വരികയും അപ്പം അതിൻ്റെ പുറമേ തന്നെ നമ്മൾ നല്ലൊരു വളം കൊടുക്കുകയാണെങ്കിൽ ഈ വേരുകൾ വളരെ വേഗം തന്നെ നമ്മുടെ ഈ വളങ്ങളെ ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ നമ്മൾ ഫോളിയാർ ആപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് കുറേ തോട്ടങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേരുകളിൽ നിന്നും പ്രോപ്പറായിട്ട് ന്യൂട്രിയൻ സപ്ലൈക്കൊന്നും സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ ഒരു ടോപ്പപ്പ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ചെടികളിൽ ഫോളിയാർ രൂപത്തിൽ കുറച്ച് വളങ്ങളും കൂടെ കൊടുക്കുകയാണെങ്കിൽ കായൊക്കെ അധികം ഡ്രോപ്പ് ആകാതെ കുറച്ചും കൂടി സിറ്റിങ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഫോളിയാർ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, അധികമായിട്ട് നൈട്രജൻ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. കൂടുതലായിട്ട് നൈട്രജൻ കൊടുക്കുന്നിടത്ത് ചെടി അധികമായിട്ട് പൊങ്ങിപ്പോവുകയും അതുപോലെ തന്നെ പിന്നീട് ഫിസേരിയം നല്ലപോലെ കയറി തട്ടകളൊക്കെ ഒടിഞ്ഞു പോകുന്നൊരു പ്രതീതി കാണുന്നുണ്ട്. തട്ടകൾ പകുതിയിൽ നിന്നും ഒടിഞ്ഞു പോകുന്നൊരു പ്രതീതി കൂടുതലായിട്ട് തോട്ടങ്ങളിൽ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പം അധികം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻസിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ഫോസ് മാജിക് 5-40-16 എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. ഫോസ്ഫറസ് വളങ്ങൾ അധികം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പം അത് ഒരു 1 കിലോ, അതിൻ്റെ കൂടെ എക്സീഡ് അമിനോ ചീലേഷനിൽ വരുന്ന ഒരു മൈക്രോന്യൂട്രിയൻ്റ് മിക്സ്ചറാണ്. അപ്പം നമുക്കറിയാം ചീലേഷൻ പല രൂപത്തിലുണ്ട്. അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ചീലേഷനാണ് അമിനോ ചീലേഷൻ എന്ന് പറയുന്നത്. അപ്പം അമിനോ ചീലേഷനിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് എക്സീഡ് എന്ന് പറയുന്നത്. അതൊരു 200 ഗ്രാം. അതുപോലെ തന്നെ ചൂട് കൂടുതലായതുകൊണ്ട് നമുക്കറിയാം സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീവീഡൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സെറ്റിങ്സിലേക്ക് കൊണ്ടുവരുവാനും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ സീവീഡ് എന്ന് പറയുന്നത്. അപ്പം കോംബോയുടെ ബാസ്ഫോളിയാർ കെൽപ്പ് അതൊരു 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് സോയിൽ ഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 0-28-38 എന്ന് പറയുന്ന കോമ്പിനേഷൻ. അപ്പോൾ 0-28-38 എലിക്സ് മാക്സ് അതൊരു 1/2 കിലോ, അതിൻ്റെ കൂടെ കാൽഷ്യം ബോറോൺ അടങ്ങിയിരിക്കുന്ന അമിനോ ചീലേഷനുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, കാൽബി-എഫ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അമിനോ ചീലേഷനാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ചീലേഷൻ എന്ന് പറയുന്നത്. അപ്പം നല്ലപോലെ തന്നെ നമുക്ക് റിസൾട്ട് കാണിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ മാറാനും അതുപോലെ തന്നെ നല്ലപോലെ സിറ്റിങ്സിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കാൽബി-എഫ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. അത് ഒരു 200 ഗ്രാം. അതിൻ്റെ കൂടെ നമ്മുടെ ആസ്കോഫൈലും നോഡോസും അടങ്ങിയിരിക്കുന്ന സീവീഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആ ചെടികൾ നല്ലപോലെ ഒന്ന് സെറ്റിങ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ബെന്തിക്ക് എന്ന് പറയുന്നത്. ആസ്കോഫൈലും നോഡോസും അടങ്ങിയിരിക്കുന്ന ഒരു സീവീഡാണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 400 മില്ലിയാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഫീൽഡുകളിൽ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിലും റിപ്പീറ്റേഷനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നല്ലപോലെ തന്നെ റിസൾട്ട് കാണിച്ചിട്ടുള്ള ഒരു മടുപ്പുമില്ലാതെ റിസൾട്ട് കാണിച്ചിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ഓൾ-20 കോമ്പിനേഷൻ. ന്യൂട്രിബോൺ 20 എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂട്രിബോൺ 20 അതൊരു 400 മുതൽ 500 മില്ലി വരെ നമുക്ക് കൊടുക്കാം. 400 മില്ലി ഓക്കെയാണ്. 400 മില്ലി ഒരു 200 ലിറ്റർ വെള്ളത്തിൽ, അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം പറഞ്ഞ അമിനോ ചീലേഷനിൽ വരുന്ന മൈക്രോ ന്യൂട്രിയൻസ് എക്സീഡ് അതൊരു 200 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ശരമൊക്കെ കുളിപ്പിച്ച് നല്ലപോലെ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ മിക്കവാറും തോട്ടങ്ങളിൽ തട്ടമുറിച്ചിൽ രൂക്ഷമായിട്ട് കാണപ്പെടുന്നുണ്ട്. മിക്കവാറും തോട്ടങ്ങളിൽ 1-2 തട്ടകളൊക്കെ വെച്ച് മറിയുന്ന തോട്ടങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തോട്ടങ്ങളിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് വളങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കർഷകർ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ തട്ടമുറിച്ചിൽ കാണുന്ന തോട്ടങ്ങളിൽ ലൈറ്റായിട്ടൊരു ഫംഗിസൈഡ്, ഒരു സെമി ഡ്രഞ്ചിങ് പോലെ മണ്ണിലൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്ത് ഒരു സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ഫംഗലുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ വളങ്ങൾ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, അധികം ചെടികളുടെ ചുവടോട് ചേർത്ത് ഒഴിക്കാതിരിക്കുക. ചെടികളുടെ ചുവട്ടിൽ നിന്നും ഒരു 2 അടിയെങ്കിലും തള്ളി നമ്മൾ വളങ്ങൾ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ വേരുകൾ, നമ്മുടെ ഏലത്തിൻ്റെ വേരുകളെന്ന് പറയുന്നത് ഷാലോ റൂട്ടഡാണ്. അതായത് അധികം താഴോട്ട് പോകുന്ന വേരുകളല്ല, നല്ലപോലെ പടർന്ന് നിൽക്കുന്ന വേരുകളാണ്.
അപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ വേരുകൾ വരേണ്ടത് നമ്മൾ ആ ഒരു റീജിയണിൽ വേണം എപ്പോഴും നമ്മൾ വളങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അധികം അകത്തേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. പരമാവധി ഒരു 2 അടി തള്ളി ഒഴിക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ വളങ്ങൾ അവിടെ നിന്നും വന്ന് നമ്മുടെ വേരുകൾ നല്ലപോലെ വന്ന് ഈ വളങ്ങളൊക്കെ വലിച്ചെടുക്കുകയും അതുവഴി നല്ല വേര് പഠനങ്ങൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ ക്ലൈമറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല കുറച്ച് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു വളങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉള്ളവർ നമ്മളെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്താൽ മതി. ഫീൽഡ് വിസിറ്റ് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.